നമസ്കാരം. വാഴയുടെ ഒന്നാം മാസത്തിലെ വളപ്രയോഗമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. രാസവളമാണോ അതോ ജൈവവളമാണോ വേണ്ടത്? ഇവയൊക്കെ 30 ദിവസത്തോളം പ്രായമുള്ള വാഴകളാണ്. വാഴയുടെ വേരുകളൊക്കെ മണ്ണിലേക്ക് ഉറച്ചു വരുന്ന സമയമാണിത്. ഇന്നേരം നമുക്ക് രാസവളമോ ജൈവവളമോ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കുമാണ്. ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും 10:1 എന്ന അനുപാതത്തിൽ നന്നായി ഇളക്കിയെടുക്കുക. കുഴിക്ക് ചുറ്റുമുള്ള കാടുകളൊക്കെ നന്നായി പറിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം, അതായത് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർന്ന മിശ്രിതം വാഴയുടെ ചുവട്ടിൽ നിന്നും ലേശം മാറ്റി 4 ചുറ്റിനുമായി വിതറിക്കൊടുക്കണം. അതിനുശേഷം വളത്തിന് മുകളിലേക്ക് മണ്ണ് വെട്ടിയിട്ട് കൊടുക്കുക. ഒരു കാരണവശാലും കുഴി പൂർണ്ണമായും മൂടത്തക്ക രീതിയിൽ മണ്ണ് നിറയ്ക്കരുത്. 1-ാം മാസത്തിലോ 2-ാം മാസത്തിലോ ഒരിക്കലുമല്ല കുഴി മൂടിയെടുക്കേണ്ടത്. 3-ാം മാസത്തിലെ വളമിടലോടുകൂടിയാണ് നമ്മൾ കുഴി പൂർണ്ണമായിട്ടും മൂടി വാഴയ്ക്ക് ചുവട്ടിലേക്ക് മണ്ണടുപ്പിച്ച് കൊടുക്കേണ്ടത്. കുറച്ച് മണ്ണ് വാഴയുടെ ചുവട്ടിലേക്ക് ഈ കാണുന്നത് പോലെ ചെറിയൊരു കൂമ്പാരം പോലെ കൂട്ടി വയ്ക്കുക. പെട്ടെന്നുള്ള മഴയത്ത് വാഴയുടെ ചുവട്ടിൽ വെള്ളം ഒരുപാട് കെട്ടി നിൽക്കാതിരിക്കാനുള്ള ഒരു എളുപ്പമാർഗം എന്നുള്ള നിലയിലാണ് നമ്മളിത് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മക്കളെ.